നമുക്കൊന്ന് അടിപൊളി ചെറുപയർ കറി വെച്ചാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ കറിയാണ്. നമുക്ക് 8 മണിക്കൂർ വെള്ളത്തിൽ താത്തി കൊടുക്കാം ചെറുപയർ. എന്നിട്ട് നമുക്ക് അതിൽ താളിക്കേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്, ജീരകം, ഒറ്റമുളകാണ്. എന്നിട്ട് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് 5 വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. ഇതിൽ ചേർക്കേണ്ട പൊടികൾ എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി, മുളക് പൊടിയാണ്. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ തക്കാളി, പച്ചമുളക്, മഞ്ഞപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിലൊക്കെ നമുക്ക് വേവണം. നന്നായിട്ട് വന്നാലേ നല്ല ടേസ്റ്റുള്ളൂ. ഈ സമയം കൂടെ നമുക്ക് താളിക്കേണ്ടതിലേക്ക് വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക്, കടുക്, ജീരകം പൊട്ടിച്ച് നൽകാം. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അത് സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. നല്ല വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും നല്ല പ്രോട്ടീൻ റിച്ച് കറിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിത് വെളുത്തുള്ളിയും ചെറുള്ളിയും ചേർത്ത് കൊടുക്കാം. ഉപ്പോട് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് പിന്നെയൊക്കെ കുറച്ച് നന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ്. അത് ഈ സമയം നമുക്ക് ആ കുക്കറിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ വെന്തതിന് ശേഷം കുറച്ചുകൂടെ എന്തെങ്കിലും വെച്ച് നമ്മൾ ഉടച്ചെടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. വളരെ സിമ്പിളാണ്. എല്ലാം ട്രൈ ചെയ്യുക. എൻ്റെ ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം. അപ്പോൾ ടേസ്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. നന്നായിട്ട് ചുടക്കി നന്നായിട്ട് ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ചെറുതായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ട്രൈ ചെയ്യുക. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിൽ തേങ്ങ ഒന്ന് അരച്ച് ചേർക്കാൻ തന്നെ നമുക്ക് നന്നായിട്ട് ടേസ്റ്റ് കിട്ടും.